അള്ളാഹുവിനെ വെച്ചിട്ടായിരിക്കും അവരുടെ ഡയലോഗ് മൊത്തം ഉണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. എപ്പോ അള്ളാഹ് അവരുടെ ഡയലോഗ്. ഇത് പണ്ടേ അവരുടെ ഒപ്പാപ്പ പറഞ്ഞതാണ്. ആദ്യം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞ ഇബ്ലീസ് പറഞ്ഞു സുജൂദ് അള്ളാഹുവിന് മാത്രം. ഫസ്റ്റ് ലഹു ആദ്യം നബിക്ക് സുജൂദ് ചെയ്യും. നോ സുജൂദ് നിനക്ക് മാത്രം, പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന വാദം അത് ഇബ്ലീസിന്റെ പ്രമേയമാണെന്നാണ് ഒരു നഈമി എഴുതി വെച്ചത്. ഒരു നഈമി ബിരുദം നേടിയ ഒരാൾ കാലം മുമ്പ് എഴുതി വെച്ചതാണ്. മനസ്സിലായില്ല, അള്ളാഹുവിനോട് മാത്രം വിളിച്ചു തേടുക എന്നത് ഇബ്ലീസിന്റെ പ്രമാണമാണ് എന്ന്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കാരണം എന്നിട്ട് അയാൾ പറയുകയാണ്, ഇബ്ലീസിനോട് ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവ പറഞ്ഞു എന്ത്, ഞാൻ അള്ളാഹ്ക്ക് മാത്രമേ സുജൂദ് ചെയ്യുന്നു. ഇബ്ലീസ് ഒരു പെരുങ്കള്ളനാണ്. ഇബ്ലീസിന്റെ പേരിൽ കളവ് പറയുന്ന ആരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇബ്ലീസിന്റെ പേരിൽ അവൻ പറയാത്തത് പറയുകയാണ്. അപ്പോൾ ഇബ്ലീസ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇബ്ലീസ് ഞാൻ അള്ളാഹിനോട് മാത്രമേ അള്ളാഹ്ക്ക് മാത്രമേ സുജൂദ് ചെയ്യുള്ളൂ, ഈ ആദമിന് സുജൂദ് ചെയ്യൂല എന്നാണോ ഇബ്ലീസ് പറഞ്ഞത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവൻ അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിക്കുകയാണ് ചെയ്തത്. അവൻ യുക്തിവാദം പറയുകയാണ്. അള്ളാഹുവിൻ്റെ ശറഈനെതിരിൽ അവൻ്റെ ഞൊണ്ടി ന്യായം പറയുക. നീ തീ കൊണ്ട് പടച്ച ഞാൻ, നീ മണ്ണ് കൊണ്ട് പടച്ചൊരു പടപ്പിൽ എങ്ങനെ ആദരിക്കാനാണ്? അവനെങ്ങനെ സുജൂദ് ചെയ്യാൻ? അത് ഇബാദത്തിൻ്റെ ആരാധനയുടെ സുജൂദല്ല, അത് തഹിയ്യത്ത്, അത് ആദരവിൻ്റെ സുജൂദാണ്. പഴയകാല ഉമ്മത്തുകൾക്ക് അനുവദിക്കപ്പെട്ടതാണ്. ഇബ്ലീസ് എവിടെ ഇത് തൗഹീദിനെതിരാണെന്ന് പറഞ്ഞിട്ടല്ല അത് പറഞ്ഞത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, സഹാബത്തിനെ, ഖുർആനിനെ തന്നെ ഇബ്ലീസിന്റെ പ്രമേയമാക്കി തീർക്കുന്ന, അതിൻ്റെ ആളുകളാക്കി തീർക്കുന്ന വാക്കാണ്. ഗൗരവകരമായ വാക്കാണിതെല്ലാം. അള്ളാഹു മാത്രം എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് കാണാം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്നതിനെ പരിഹസിക്കുന്നത് കാണാം. വഇദാ ദുകിറ അല്ലാഹു വഹ്ദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുമിനൂന ബിൽ ആഖിറ വഇദാ ദുകിറ അല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. ഇത്ര സത്യമാണ് അള്ളാഹുവിൻ്റെ വാക്ക്. അള്ളാഹുവിനെ മാത്രം എന്ന് പറയപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് ദേഷ്യം പിടിക്കും. വഇദാ ദുകിറ അല്ലദീന മിൻ ദൂനിഹി, അള്ളാഹു അല്ലാത്തവരെ പറയപ്പെട്ടാൽ ഇദാ ഹും യസ്തബ്ശിറൂൻ, അവരതാ സന്തോഷിക്കുന്നു. ശിർക്ക് പറഞ്ഞു നോക്കും, അള്ളാഹു നേർച്ചക്കാരും അള്ളാഹു ഔലിയാക്കളും എന്ന് പറഞ്ഞു നോക്കും, സന്തോഷം. റബ്ബ് മാത്രം എന്ന് പറയുന്നത് സഹിക്കാൻ സാധിക്കുന്നില്ല. ഇത് പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ സ്ഥിതിയാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്.